സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ യഥാർത്ഥ ദിവ്യപ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. മയിൽപീലിയുടെ സൗന്ദര്യം നോക്കി നിൽക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അത്രത്തോളം മനോഹരമാണ് ഭഗവാന്റെ ആ ഒരു മയിൽപീലി, അല്ലെങ്കിൽ ഭഗവാന്റെ തിരുമുടിക്കെട്ടിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ആ മയിൽപീലിയുടെ ഗുണഗണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മയിൽപീലി ബുക്കിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതൊക്കെ അന്നത്തെ ആ ഒരു കുസൃതി തരങ്ങളാണ്. നമുക്ക് അറിവില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തിരുന്നതാണ്. ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പഠനത്തിൽ മുൻപന്തിയിലാവുമെന്നും, അതുപോലെ തന്നെ സരസ്വതി ദേവി നമ്മെ കടാക്ഷിക്കുമെന്നും, അതുപോലെ വെളിച്ചം കാണാതെ ബുക്കിൻ്റെ ഉള്ളിൽ മയിൽപീലി സൂക്ഷിക്കുകയാണെങ്കിൽ ആ മയിൽപീലി പെരുകി മയിൽപീലി കുഞ്ഞുങ്ങളും മയിൽപീലിയൊക്കെ നമുക്ക് യഥേഷ്ടം ലഭിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് നമ്മൾ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള കുസൃതികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അറിവ് വെച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ ഒരു മയിൽപീലിക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഭംഗിയുള്ള നമുക്കൊക്കെ ആനന്ദം നൽകാൻ കഴിയുന്ന ഈ ഒരു വിശേഷപ്പെട്ട വസ്തുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ഓരോ ഗുണങ്ങളും നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപം പോലും മയിൽപീലി ഇല്ലാതെ അപൂർണ്ണമാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ്റെ രൂപത്തിൽ ഓടക്കുഴയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് മയിൽപീലി എന്ന് പറയുന്നത്. വീട് മോടി പിടിപ്പിക്കുന്നതിന് മാത്രമല്ല, വാസ്തുവിദ്യാപ്രകാരം നമ്മുടെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഈ മയിൽപീലി ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെയധികം പോസിറ്റിവിറ്റിയാണ് ഈ ഒരു മയിൽപീലി ഓഫീസിലായിക്കോട്ടെ വീട്ടിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത്. അതായത് അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയെ അപ്പാടെ പുറന്തള്ളാനായിട്ട് ഈ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കാനായിട്ട് ഈ ഒരു മയിൽപീലിക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഇത് പുരാണമനുസരിച്ച് മയിൽപീലി ലക്ഷ്മി ദേവിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മയിൽപീലിയിൽ അല്ലെങ്കിൽ ഒരു മയിൽപീലിയിൽ ദയ, സൗന്ദര്യം, ഭാഗ്യം എന്നിവയൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് മയിൽപീലി എന്ന് പറയുന്നത്. ദാമ്പത്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് നമ്മുടെ കിടപ്പുമുറിയിൽ ഈ ഒരു പീലി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വീടുകളിൽ ഓടക്കുഴലിനൊപ്പം സൂക്ഷിക്കുന്നതും ഭഗവാന്റെ രൂപത്തോടൊപ്പം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിനൊപ്പം തന്നെ ഓടക്കുഴലും മയിൽപീലിയും കൂടി സൂക്ഷിക്കുന്നു. ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിനൊപ്പം മയിൽപീലി സൂക്ഷിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിട്ട് കണക്കാക്കുന്നു. പ്രണയത്തിൻ്റെ പര്യായമായിട്ടും ഈ ഒരു പീലി കണക്കാക്കപ്പെടുന്നുണ്ട്. വാസ്തുവിദ്യാപ്രകാരം നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലത്തായിരിക്കണം മയിൽപീലി സൂക്ഷിക്കേണ്ടത്. അത് ഒറിജിനലായിട്ടുള്ള മയിൽപീലി തന്നെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും വേണം. ഇപ്പോൾ വിപണിയിലൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള മയിൽപീലികളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഹിന്ദു പുരാണം അനുസരിച്ച് വിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ്റെ തൂവലിൽ നിന്നാണത്രേ മയിലിനെ ഭഗവാൻ സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. ശിവപാർവതിമാരുടെ പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായി മയിലിനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സിന് ഐക്യവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു പക്ഷിയാണ് മയിൽ. അപ്പോൾ അതിൻ്റെ തൂവലും അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കും. മയിലിൻ്റെ തൂവലുകളിലൊക്കെ 1000 കണ്ണുകളുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടാതെ അക്രമമില്ലാതെ ആ പക്ഷിയിൽ നിന്ന് ലഭിക്കുന്ന തൂവലുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള ഗുണഗണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവുക. അതിന് മാത്രമാണ് നമ്മൾക്ക് ഈ തരത്തിലുള്ള ഗുണങ്ങളൊക്കെ തരാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ സന്തോഷം തരാനായിട്ട് സാധിക്കുക എന്നും വിശ്വസിക്കപ്പെടുന്നു. കുബേരൻ്റെ ദിശയായ തെക്ക് കിഴക്ക് ദിശയിലാണ് മയിൽപീലി വെക്കുന്നത് വളരെ നല്ലത്. സാമ്പത്തിക തടസ്സം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വളരെ നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ നമ്മൾ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മയിൽപീലി നമ്മൾ കിടക്കുന്ന തലയിണയുടെ ചുവട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ദുസ്വപ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി, അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണാനിടയാവുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മെ ഭഗവാൻ ഉണർത്തിക്കും, അല്ലെങ്കിൽ ആ സ്വപ്നം കാണാതിരിക്കാനായിട്ട് ഭഗവാൻ പ്രവർത്തിക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മയിൽപീലിക്ക് ഭഗവാന്റെ തിരുമുടിയിൽ കെട്ടിൽ പോലും സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ ഒരു മയിൽപീലിക്ക് എത്രത്തോളം ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏകാദശി ദിവസം, ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത്, നമ്മൾ തിരുമുടി മാലയൊക്കെ ഭഗവാന് ചാർത്താനായിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതിലും കൂടുതലായിട്ട് ഈ ഒരു വർഷം ഞാൻ കണ്ടത് ഓരോ ഭക്തജനങ്ങൾ, നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുന്ന ഓരോ ഭക്തജനങ്ങളുടെയും കയ്യിൽ മയിൽപീലി ഇല്ലാതെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്
സമയത്താണ് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നാലമ്പലത്തിനുള്ളിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരും മനസ്സിലാക്കി വരുന്നുണ്ട് ഭഗവാനും മയിൽപ്പീലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പീലി നമ്മൾ എത്രത്തോളം പരിശുദ്ധിയായിട്ട് സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നമ്മളെ വീട്ടിൽ ഐശ്വര്യവും വരവും ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വീടുകളിൽ മയിൽപ്പീലിയെ സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.